السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. رسول الله صلى الله عليه وسلم അബ്ദുല്ലാഹി ഇബ്നു ബുസ്റ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണവും പാനീയവും ഒക്കെ നൽകി കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി വാഹനപ്പുറത്ത് കയറിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുല്ലാഹി ഇബ്നു ബുസ്റ റളിയല്ലാഹു അൻഹു തന്നെയാണ്. സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ളൊരു ഹദീസാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഉപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പം അവർക്ക് വേണ്ടി നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ചിലപ്പോൾ നമ്മൾക്ക് അറിയാവുന്നൊരു പ്രാർത്ഥനയായിരിക്കും. വളരെ ചെറിയ പ്രാർത്ഥനയായതുകൊണ്ട് ഇനി അറിയില്ലെങ്കിലും പഠിക്കാൻ എളുപ്പമാണ്. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് നമ്മളുടെ ഒരു ആവശ്യം പറയുകയല്ല, നമ്മളുടെ ആവശ്യമായി തന്നെയാണ് പറയുന്നതെങ്കിൽ നമ്മൾക്ക് വേണ്ടിയല്ല പടച്ചവനോട് പറയുന്നത്, മറ്റൊരാൾക്ക് വേണ്ടിയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിക് ലഹും. ബാരിക് എന്ന് പറഞ്ഞാൽ ബറക്കത്ത് ചെയ്യണമേന. ബാരിക്, ബറക്കത്ത് ചെയ്യണമേ എന്ന്. സാധാരണ നമ്മൾ ഒരാളെ കണ്ടുമുട്ടിയാൽ ചിലപ്പം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ, കാരുണ്യം ഉണ്ടാവട്ടെ, ബറക്കാത്തുഹു, അവൻ്റെ ബറക്കത്ത് ഉണ്ടാവട്ടെ. ഓരോന്നും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. സമാധാനം, റഹ്മത്ത്, ബറക്കത്ത്. റഹ്മത്തും ബറക്കത്തും വ്യത്യസ്തമായ സംഗതികളാണ്. അത് വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ബാരിക്, ബറക്കത്ത് നൽകണമെന്ന. പക്ഷെ ബാരിക് ലീ എന്നല്ല, എനിക്ക് ബറക്കത്ത് നൽകണമെന്നല്ല, ബാരിക് ലഹും എന്നാണ്, അവർക്ക് ബറക്കത്ത് നൽകണമേ എന്നാണ്. എന്തിലാ ബറക്കത്ത് നൽകാൻ പറയുന്നത്? ഫീമാ റസഖ്തഹും. റസഖ എന്ന് പറഞ്ഞാൽ ഉപജീവനം നൽകി. ആരാ റിസ്ക് നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ? അള്ളാഹുവാണ്. റസഖ്ത, നീ റിസ്ക് നൽകി. ആർക്ക്? ഹും, അവർക്ക്. മാ റസഖ്തഹും, നീ അവർക്ക് റിസ്ക് നൽകിയതിൽ, നീ അവർക്ക് ഉപജീവനം നൽകിയതിൽ. ഫീമാ റസഖ്തഹും, അതിലാണ് നീ എന്ത് ചെയ്യേണ്ടത്? അഭിവൃദ്ധി നൽകേണ്ടത്, ബറക്കത്ത് നൽകേണ്ടത്, അല്ലെങ്കിൽ ഐശ്വര്യം നൽകേണ്ടത്. ഇതാണ് ഒന്ന്, അവർക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തേത് വഗ്ഫിർ ലഹും. വഗ്ഫിർ, അവർ പുറത്തു കൊടുക്കണമേ, മഗ്ഫിറത്ത് നൽകണമേ. ആർക്ക്? ലഹും, അവർക്ക്. മൂന്നാമത്തേത് വർഹം, റഹ്മത്ത് ചെയ്യണമേ. ആരോട് റഹ്മത്ത് ചെയ്യണമെന്ന്? വർഹം നീ എന്നല്ല, എന്നോട് എന്നല്ല. പിന്നെയോ വർഹം ഹും, അവർക്ക് റഹ്മത്ത് ചെയ്യണമേ. മൂന്ന് കാര്യങ്ങളാ അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിക് ലഹും, അവർക്ക് ബറക്കത്ത് നൽകണമേ. ഫീമാ റസഖ്തഹും, അവർക്ക് നീ നൽകിയ റിസ്ഖിൽ. രണ്ടാമത്തേത് വഗ്ഫിർ ലഹും, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ. മൂന്നാമത്തേത് വർഹംഹും, അവരോട് നീ കാരുണ്യം കാണിക്കണമേ, റഹ്മത്ത് നൽകണമേ എന്നതാണ്. ഇത് നമ്മൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ദുആയല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഒരു ദുആയാണ്. സാധാരണ
നമ്മളുടെ സംസ്കാരങ്ങളിലൊക്കെ ഒരാളൊരു ഉപകാരം ചെയ്തു തന്നാൽ തിരിച്ച് നന്ദി വാക്ക് പറയുക എന്നതുണ്ട്. പക്ഷെ അത് കേവലം ഒരു നന്ദി വാക്ക് മാത്രമായി പരിമിതപ്പെടാറാണുള്ളത്. പക്ഷെ ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുന്നത് വ്യത്യസ്തമാകുന്നത്, അങ്ങനെ ഒരാളൊരു ഉപകാരം ചെയ്തു തന്നാൽ ചിലപ്പം തിരിച്ച് പ്രത്യുപകാരം ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല എനിക്ക്, അല്ലെങ്കിൽ അയാൾക്കത് ആവശ്യം ഉണ്ടാവൂല. പ്രത്യുപകാരം പ്രതീക്ഷിച്ചിട്ടും ആയിരിക്കുമല്ലോ അത് ചെയ്തത്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഒരാൾ ഒരു ഉപകാരം ചെയ്യുന്ന സമയത്ത് കേവലം ഒരു നന്ദി വാക്കിൽ പരിമിതപ്പെടാതെ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. അതിപ്പോ സാധാരണ ഒരാളൊരു ഉപകാരം ചെയ്തെന്നാൽ നമ്മളൊരു നന്ദി വാക്ക് പറയുന്നതിലപ്പുറം ജസാക്കല്ലാ അല്ലെങ്കിൽ ജസാക്കുമുള്ള എന്ന് പറയാറുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയാണത്. അതേപോലെ ഇവിടെ ഭക്ഷണം നൽകിയ ആൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ദുആ അവർക്ക് നൽകിയ റിസ്ഖിൽ ബറക്കത്ത് നൽകാനും അവർക്ക് പുറത്തു കൊടുക്കാനും അവർക്ക് കരുണ നൽകാനും വേണ്ടിയിട്ടാണ്, അവരോട് കരുണ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ ചെയ്യുക, അതല്ല നമ്മൾക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുകയാണോ ചെയ്യുക എന്നത് ഓരോ സാഹചര്യത്തിനനുസരിച്ചിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക, തിരിച്ചു നമ്മൾക്ക് ആ നിലക്കുള്ള പ്രാർത്ഥന ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള സംസ്കാരങ്ങളെ അല്ലെങ്കിൽ സംസ്കാരത്തിലുള്ള വ്യത്യാസങ്ങളെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കൂടെ നമ്മൾക്ക് കഴിയണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.